ജനുവരി 20 അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ജോ ബൈഡന്റെയും കമല ഹാരിസിന്റെയും പടിയിറക്കത്തിനും ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവിനും സാക്ഷ്യം വഹിക്കും. എന്നുവച്ചാൽ അമേരിക്കയിലെ ഇരു രാഷ്ട്രീയ പാർട്ടികളിലെയും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള അധികാര കൈമാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക. വാഷിംഗ്ടൺ DC-യിലെ ചരിത്രപ്രസിദ്ധമായ പള്ളിയായ ലഫായറ്റ് സ്ക്വയറിലെ സെയിൻറ് ജോൺസ് പള്ളിയിൽ നിന്നും തുടങ്ങുന്ന ശുശ്രൂഷകളോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വൈറ്റ് ഹൗസിൽ ചായസൽക്കാരവും ശേഷം സംഗീത പ്രകടനങ്ങളും ഉദ്ഘാടന പ്രസംഗങ്ങളും നടക്കും. ക്യാപിറ്റോൾ റൊട്ടണ്ടയിൽ നടക്കുന്ന ചടങ്ങിൽ ട്രംപും വാൻസും ബൈബിളിൽ കൈകൾ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്കായി ട്രംപ് 2 ബൈബിളുകളായിരിക്കും ഉപയോഗിക്കുക. 1955 അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയ സ്വകാര്യ ബൈബിളും 1861 പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഉപയോഗിച്ച വെൽവെറ്റ് ബൗണ്ട് വാല്യമായ ലിങ്കൺ ബൈബിളും. തൻ്റെ അമ്മയുടെ മുതുമുത്തശ്ശിയുടെ കുടുംബ പകർപ്പായ സ്വകാര്യ ബൈബിളിൽ കൈകൾ വച്ചായിരിക്കും വാൻസ് സത്യപ്രതിജ്ഞ ചെയ്യുക. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് തൻ്റെ അടുത്ത 4 വർഷങ്ങളിലേക്കുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കും. ശേഷം പ്രധാന രേഖയിൽ ഒപ്പുവെക്കുന്നതിനായി സെനറ്റ് ചേംബറിന് സമീപമുള്ള പ്രസിഡന്റിന്റെ മുറിയിലേക്ക് അദ്ദേഹം എത്തും. ജോയിന്റ് കോൺഗ്രഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തതിന് ശേഷം പെൻസിൽവാനിയ അവന്യൂവിലെ ക്യാപിറ്റോൾ കെട്ടിടത്തിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് പരേഡ് നടക്കാറുള്ളതാണ്. എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ വർഷം അത് എപ്രകാരമായിരിക്കും ക്രമീകരിക്കപ്പെടുക എന്നത് വ്യക്തമല്ല. തുടർന്ന് നടക്കുന്ന ആഘോഷ മാമാങ്കങ്ങളുടെ ഭാഗമായി വൈകുന്നേരത്തോടെ കമാൻഡർ ഇൻ ചീഫ് ബാൾ, ലിബർട്ടി ഇനാഗുറൽ ബാൾ, സ്റ്റാർലൈറ്റ് ബാൾ തുടങ്ങിയവയിലും പ്രസിഡന്റ് പങ്കെടുക്കും. 3 അദ്ദേഹം പ്രസംഗിക്കുമെന്നാണ് കരുതുന്നത്. പരമ്പരാഗതമായി US ക്യാപിറ്റോൾ കെട്ടിടത്തിന് പുറത്താണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാറുള്ളത്. എന്നാൽ ഈ വർഷം വാഷിംഗ്ടൺ DC-യിൽ താപനില -5 ഡിഗ്രിക്കും -11 ഡിഗ്രിക്കും ഇടയിൽ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കാലാവസ്ഥ മൂലം ആർക്കും ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ സമീപത്തുള്ള ക്യാപിറ്റൽ 1 അരീനയ്ക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്ന തത്സമയ സ്ട്രീമിൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് തത്സമയം ചടങ്ങുകൾ വീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പോർട്സ് അരീനയിലെ ജനക്കൂട്ടത്തെ ട്രംപ് സന്ദർശിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് 1985 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ഇൻഡോറിലേക്ക് മാറ്റുകയും പരേഡ് റദ്ദാക്കുകയും ചെയ്തതിനു ശേഷം ആദ്യമായാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഒരു പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ ഇൻഡോറിലേക്ക് മാറ്റുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ വാഷിംഗ്ടൺ DC-യിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി US സെനറ്റർമാരും ഹൗസ് അംഗങ്ങളും പുതിയ ഗവൺമെന്റ് ക്ഷണിച്ചിട്ടുള്ള അതിഥികളും ചടങ്ങുകളിൽ പങ്കെടുക്കും. മുൻ പ്രസിഡന്റുമാരായ ബറാക് ഒബാമയും ജോർജ് W. ബുഷും ടെക് മേധാവികളായ എലോൺ മസ്ക്, ജെഫ് ബെസോസ്, മാർക്ക് സുക്കർബർഗ്, ടിക്ടോക്ക് CEO ഷൗസി ച്യു, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഹെങ് തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുക്കും.